ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവളം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ വരാറുള്ളത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ RRB എക്സാമിനെ കുറിച്ച് പറയാനാണ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ മലയാളികളിൽ പ്രത്യേകിച്ചും കോമ്പറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പി എസ് സി ആണ് ആദ്യത്തെ നോട്ടം. പക്ഷേ RRB, SSC, UPSC പോലുള്ള മേഖലകളിലേക്ക് മലയാളികൾ ഇപ്പോഴാണ് അടുത്ത കാലത്ത് മാത്രമാണ് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് RRBയുടെ പരീക്ഷ. പേ സ്കെയിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതർ ബെനിഫിറ്റ്സ് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയും ജോലി എന്ന ബെനിഫിറ്റ് ആയിക്കോട്ടെ, എന്തായാലും എന്ത് നോക്കുകയാണെങ്കിലും RRB നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഇപ്പോഴും അപ്ലൈ ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നു അതിന്റെ അവസാന ഡേറ്റ് എന്ന് കരുതിയിരിക്കുന്നവർക്ക് RRB ഒരു സന്തോഷ വാർത്ത തന്നിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മാർച്ച് 1 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതിനു മുമ്പ് എന്താണ് ഈ എക്സാം എന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന കാര്യം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാം ആണിത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ നടത്തുന്ന ഒരു എക്സാം ആണ്. റെയിൽവേയിൽ തന്നെ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഗസ്റ്റ് ഓഫീസർ, നോൺ ഗസ്റ്റ് ഓഫീസർ എന്നതിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ABC കാറ്റഗറിയിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അതിനടിയിൽ വരുന്ന ഗ്രൂപ്പ് ഡി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കാണ് ഈ എക്സാം നടത്തുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയായിരിക്കും. നമുക്കപ്പോൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആൻഡ് ടൈംസ് ആണ്. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആൻഡ് ടൈംസ് ഇത് ഈ ഒരു RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന അല്ലെങ്കിൽ അതിന്റെ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് വന്നത് 28/12/2024 അത് 22/1/2025 അത് പബ്ലിഷ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വരെ 22/2/2025 വരെ ആയിരുന്നു ഇതിന്റെ ആപ്ലിക്കേഷനുള്ള ഡേറ്റ് ആദ്യം നമ്മുടെ RRB പുറത്തുവിട്ടിരുന്നത്. 23/1/2025 തൊട്ട് 22/2/2025 വരെ ഒരു മാസത്തോളം ആപ്ലിക്കേഷന്റെ ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം സൈറ്റ് കാര്യങ്ങളൊക്കെ തടസ്സം വന്നു, ഒരുപാട് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് RRB എന്ത് ചെയ്തു, ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ പുതിയ ഡേറ്റ് ഞങ്ങളിപ്പോ സ്ക്രീനിൽ കാണിക്കാം. 1/3/2025 വരെയാണ് ഇതിപ്പോ അപ്ലിക്കേഷന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. മുൻപത് 22/2/2025 വരെയായിരുന്നു. ക്ലോസിംഗ് ഡേറ്റ് മുന്നേ അത് നമ്മുടെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് 24/2/2025 വരെയായിരുന്നു. അത് 3/3/2025 നീട്ടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ 6 വരെ അന്ന് സമയമുണ്ട്. 6 മാർച്ച് വരെ അന്ന് സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 13 മാർച്ച് വരെ സമയം കൊടുത്തിട്ടുണ്ട്. സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. നിങ്ങൾ അറിയണമല്ലോ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കാൻ പോവുകയാണ് എന്താണ് അസിസ്റ്റന്റ്, അതായത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതാണ് SANT എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അവിടെ ഡിപ്പാർട്ട്മെന്റും സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പിൽ അസിസ്റ്റന്റ് ആണ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ്. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ മെക്കാനിക്കൽ ആണ്. അസിസ്റ്റന്റ് ലോക്കോഷെഡ് ഡീസൽ മെക്കാനിക്കൽ ആണ്. അസിസ്റ്റന്റ് ലോക്കോഷെഡ് ഇലക്ട്രിക്കൽ, അതും അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് PV എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ അസിസ്റ്റന്റ് TL ആൻഡ് AC ട്രെയിൻ ലൈറ്റ് ആൻഡ് AC ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് ട്രെയിൻ ലൈറ്റ് ആൻഡ് AC അതും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അത് ഒന്ന് ഉണ്ടായിരുന്നത് ജനറൽ സർവീസിലേക്കാണ്, മറ്റേ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാണ്. അസിസ്റ്റന്റ് TRD ഇലക്ട്രിക്കൽ ആണ്. പിന്നെ പോയിന്റ്സ്മാൻ ട്രാഫിക്കിലേക്കാണ്. ട്രാക്ക് മെയിൻ്റെനർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാണ്. അങ്ങനെ 14 തസ്തികകളിലേക്കാണ് ഇത്തവണ എന്ത് ചെയ്യുന്നത്, RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് 14 തസ്തികകളിലേക്കാണ്. അപ്പൊ ഈ 14 തസ്തികകളിലും എന്തായിരിക്കും, എല്ലാ പോസ്റ്റും കേരളത്തിൽ ഉണ്ടാവണം എന്നില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോണിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് 14 തസ്തികകളിലേക്കാണ് ഗ്രൂപ്പ് ഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പൊ നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ഡീറ്റെയിൽസ് ആയി നോക്കി ഞാൻ നമ്മുടെ ഒരു വേക്കൻസി എത്രയുണ്ട് അതാണല്ലോ നമ്മൾ ആദ്യമായിട്ട് നോക്കുക. വേക്കൻസി എത്രയുണ്ടെന്നാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ഈ ഒരു 7th C പേ മെട്രിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 18,000 രൂപ അതിന്റെ ബേസിക് മാത്രമാണ്. നിങ്ങൾ ഇൻഹാൻഡ് സാലറി ഏകദേശം 30,000 അടുത്ത് നമുക്ക് കയ്യിൽ കിട്ടും. മീൻസ് നമ്മുടെ LDC ഒക്കെ ആണെങ്കിൽ 25,000 താഴെയാണ് നിങ്ങൾക്ക് സാലറി കൈ കിട്ടുക. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് ഡി എക്സാം ആണെങ്കിൽ കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുമ്പോൾ 30,000 അടുത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡിയിലെ നമ്മുടെ RRBയിലെ ഗ്രൂപ്പ് ഡി പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ. മറ്റ് റിസർവേഷൻ കാറ്റഗറിക്ക് എന്തുണ്ടാവും, തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഇളവുകൾ ഉണ്ടാവും. OBC 3 ഇയർ, SC ST 5 ഇയർ, അങ്ങനത്തെ ഇളവുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 32,438 വേക്കൻസീസ് ഇപ്പൊ നിലവിൽ എന്തുണ്ട് RRB ഗ്രൂപ്പ് ഡിയിൽ ഉണ്ട്. ഓക്കെ, 32,438
വേക്കൻസീസ് ഉണ്ട്. സോൺ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ എന്താണ് ഈ ഒരു വേക്കൻസിയിലേക്ക് മീൻസ് 32,438 തസ്തികകളിലേക്കല്ല നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റെയിൽവേ സോണിൽ എത്രയാണോ വേക്കൻസി ആ ഒരു സോണിലേക്കാണ്, ആ ഒരു വേക്കൻസി ലിസ്റ്റിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ഒട്ടാകെ എത്രയുണ്ട്? 32,438 പേർ എന്ത് ചെയ്യുന്നു ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കൊണ്ട് എന്ത് ചെയ്യും റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി ആയിട്ട് ജോലിക്ക് കയറും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് ഡിയുടെ ഒരു എക്സാം പാറ്റേൺ അല്ലെ, നമ്മൾ എന്ത് പഠിക്കണം എന്ന കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. PSC ആണെങ്കിൽ നമുക്ക് ഒരു കോമൺ സിലബസ് ആണ്, അതായത് എല്ലാ പരീക്ഷകൾക്കും വേണ്ട കോമൺ സിലബസ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഇപ്പോൾ നടക്കുന്ന എക്സാമുകൾക്കാണ് എന്ത് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പല സ്പെഷ്യൽ ടോപ്പിക്സും PSC പിൻവലിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സാം സിലബസ് തന്നിട്ടുണ്ട്. ജനറൽ സയൻസിന് 25 മാർക്കാണ്, 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 25 മാർക്ക് ഉണ്ടാവും. മാത്തമാറ്റിക്സിന് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ്. അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് 30 മാർക്ക്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100ലാണ് എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡി എക്സാം നടക്കാൻ പോകുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ 100 മാർക്കിലാണ്. 100 മാർക്കിൽ എത്ര ഒരു കട്ട് ഓഫ് റേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റെയിൽവേ സോണുകൾക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ആ കട്ട് ഓഫ് മാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അടുത്ത സ്റ്റേജിലേക്ക് പാസ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ആ ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാത്സ് ജനറൽ റീസണിംഗ്, മാത്സും ജനറൽ റീസണിംഗ് കൊണ്ട് തന്നെ എത്ര 55 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മാത്സ് ജനറൽ റീസണിംഗിൽ മീൻസ് രണ്ടും നമുക്ക് PSC പഠിക്കുന്ന തരത്തിലല്ല ശരിക്കും എന്ത് ചെയ്യുന്നത്. മാത്സ് ആയാലും ജനറൽ റീസണിംഗ് ആയാലും നിങ്ങൾ ഒരു RRB എക്സാമിന് അല്ലെങ്കിൽ ഒരു SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ PSC പഠിക്കുന്ന പോലെ എല്ലാ മാത്സും ജനറൽ റീസണിംഗ് പഠിക്കേണ്ടത് കുറച്ചും കൂടി നമ്മൾ ഒരു ബാങ്ക് എക്സാം ലെവൽ മീൻസ് ഗ്രൂപ്പ് ഡിക്കൊന്നും അത്ര ഇല്ലെങ്കിൽ കൂടി മറ്റ് എക്സാമുകൾ എഴുതുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഈ ചാനലിൽ തന്നെ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജനറൽ സയൻസ് 25 മാർക്ക്, മാത്സ് 25 മാർക്ക്, ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ PSC പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ RRBയുടെ എക്സാമുമായിട്ട് വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഈ PSCയിൽ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്താണ്, നമ്മൾ പുറം ലോകം അതായത് നമ്മുടെ ഇന്ത്യക്ക് അപ്പുറത്തേക്കുള്ള രാജ്യങ്ങളുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറില്ല. പക്ഷേ തീർച്ചയായിട്ടും RRB നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും ഈ RRBയിൽ ചോദിക്കാറുണ്ട്. സോ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു റേഞ്ച് വെച്ചിട്ട് വേണം പഠിക്കാൻ. എങ്ങനെ പഠിക്കണം എന്നൊരു വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഡീറ്റെയിൽ സിലബസ് നോക്കുമ്പോൾ മാത്സിൽ നമ്മളെല്ലാം PSCയിൽ പഠിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും ഞാൻ പറഞ്ഞ എന്തുണ്ടാവുക ചേഞ്ച് വരുന്നുണ്ടാവുക. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമല്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രിഗണോമെട്രി, സ്റ്റാറ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജിന്റെ കാൽക്കുലേഷൻ, കലണ്ടർ, ക്ലോക്ക്, അതുപോലെ പൈപ്സ്, സിസ്റ്റം, അത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിൽ മാത്തമാറ്റിക്സിൽ ചോദിക്കുന്നത്. ഓക്കെ, അത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിലും നമ്മൾ പഠിക്കുന്ന നമ്മളെ കോഡിങ്, ഡീകോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോഗിസം, ജംബ്ലിങ്, വെൻ ഡയഗ്രാം, സിമിലാരിറ്റി, ഡിഫറൻസസ്, അനലിറ്റിക് റീസണിങ്, ക്ലോക്ക്, ക്ലാസിഫിക്കേഷൻസ്, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, ആർഗ്യുമെന്റ്സ്, അസംഷൻസ് എക്സെട്ര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് 10th ലെവൽ CBSE. ഓക്കെ, 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഇത് മൂന്നിലുമായിരിക്കും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ചെയ്യുന്നത് ആ ഒരു പാറ്റേണിൽ. ഇപ്പം നമ്മൾ ചിരിപ്പിക്കുന്ന വാതകം ഏത്, നൈട്രസ് ഓക്സൈഡ്. അപ്പൊ അങ്ങനെ നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ PSC പഠിക്കുമ്പോൾ നമ്മളൊരു ഒരു ബേസ് മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. പക്ഷെ RRB പഠിക്കുമ്പോൾ നമ്മുടെ ഫിസിക്സ് പ്രത്യേകിച്ച് സയൻസ് എന്ത് ചെയ്യണം നല്ല ബേസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് എല്ലാവർക്കും നമ്മുടെ PSC നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താണ് +2 സയൻസ് അല്ല പഠിച്ചെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും 10ാം ക്ലാസ് വരെ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ബേസ് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ആ ഒരു നോളജിൽ തന്നെ നിങ്ങൾക്ക് ബേസ് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. 10 വരെയുള്ള ഫിസിക്സ്, ബേസിക് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ബാക്കിയാവുന്നുള്ളൂ. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ജനറൽ കറണ്ട് അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ്, ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുമ്പോൾ ISRO ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ RRB പോലുള്ള എക്സാമുകൾക്ക് ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നതാണ്. ഇന്ത്യയുടെ സ്പേസ് മിഷൻസ് ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നതാണ്. ചന്ദ്രയാൻ, ആദിത്യ പോലുള്ള മിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പോർട്സ് അതുമായി ബന്ധപ്പെട്ട എന്താണ് ഏതൊക്കെ ആൾക്കാരുണ്ട്, കളിക്കാരുണ്ട്, ഏതൊക്കെ അതിന്റെ ക്രിക്കറ്റ് മീൻസ് സ്പോർട്സിൽ റിലേറ്റഡ് ടേംസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അത്തരം ഡീറ്റെയിൽസ്. പിന്നെ കൾച്ചർ, ആ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട പണ്ടത്തെ ഈ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ ഏത്, അപ്പൊ അതിന്റെ ശേഷിപ്പുകൾ ഏത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ നമ്മുടെ ഫോർട്ടുകളൊക്കെ, ഡൽഹി ഫോർട്ട് പണിതാര് അല്ലെങ്കിൽ
പണ്ടത്തെ വലിയ വലിയ മോണുമെന്റ്സ് ഒക്കെ പണിത രാജാക്കന്മാരുടെ പേര്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് നമ്മളിവിടെ എന്താണ് കൂടുതൽ PSC പഠിക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ RRBയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു വൈഡ് സ്റ്റഡിയാണ് നിങ്ങൾ നടത്തേണ്ടത്. അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ഡാൻസ് ഫെസ്റ്റിവലുകൾ, മറ്റ് സംസ്ഥാനങ്ങളുടെ ഫെസ്റ്റിവലുകൾ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു RRB ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ പലതിലും എന്തൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ പല പോസ്റ്റുകളും നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കാം. ആ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പോസ്റ്റിന്റെ കീഴിലേക്കും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ A1 ഉണ്ടാവും, A2 ഉണ്ടാവും, A3 ഉണ്ടാവും, B1 B2 C1 C2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോകുന്നുണ്ടാവും. അപ്പൊ ആൾക്കാർക്കൊക്കെ ഡൗട്ടാണ് ഇതൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റുമോ. പക്ഷെ അതിന്റെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് A2 വേണ്ടത്. ആ A2 വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ വിഷ്വൽ ആയിട്ടുള്ള ആ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആണെങ്കിലാണ് നിങ്ങൾ പോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ഒരു എക്സാമിന് ഈ RRB എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ A2 വേണ്ട എന്തൊക്കെയാണ്, അവിടെ ഡിസ്റ്റൻസ് ഡിവിഷൻ 6/9 ആണ്. അപ്പൊ 6/9 വിത്തൗട്ട് ഗ്ലാസസ്. അവിടെ ഫോഗിൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ RRB ALP പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ കണ്ണിന് അത്രയും പവർ ഉണ്ടോ എന്ന് നടത്താൻ വേണ്ടി RRB നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഫോഗിങ് ടെസ്റ്റ്. ഒരു മഞ്ഞ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സ്പിന്നിന്റെ അകത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ്. അപ്പൊ നിയർ വിഷൻ 0.6 ആണ്. 0.6 വിത്തൗട്ട് ഗ്ലാസസ് ആൻഡ് മൾട്ടി പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മെസോപിക് വിഷൻ. അപ്പൊ ഈ വിഷന്റെ ടെസ്റ്റുകളൊക്കെ എന്തുണ്ടാവും, A2 വേണ്ടവർക്ക് ഉണ്ടാവും. അപ്പൊ അത് A2 ആണ് എന്ത് ഹയർ സ്റ്റാൻഡേർഡ് ഉള്ളത്. പിന്നെ A3, B1 B2 C1 C2. അപ്പൊ ഇത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത എക്സാമിനേഷൻ ഫീ ആണ്. എക്സാമിനേഷൻ ഫീ എന്ന് പറയുമ്പോൾ നോർമൽ ജനറൽ ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യേണ്ടത് എത്രയാണ്, 500 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത്. എക്സാം ഫീസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 500 രൂപ അടക്കണം. പക്ഷേ RRB എന്ന് വെച്ചാൽ എന്താണ്, വളരെ സൗഹാർദ്ദപരമാണ്. നിങ്ങൾ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഫീമെയിൽ കാറ്റഗറി, അതുപോലെ ട്രാൻസ്ജെൻഡർ കാറ്റഗറി, എക്സ് സർവീസ്മെൻ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നത് 250 രൂപ മാത്രം എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. ഓക്കെ, മറ്റത് ജനറൽ ആയിട്ടുള്ള മറ്റേ മെയിൽ കാറ്റഗറിക്കാണ് എത്രയത് 500 രൂപ പറയുന്നത്. മറ്റ് നമ്മുടെ ഡിസബിലിറ്റി ഉള്ളവർക്ക്, ഫീമെയിൽസിന്, ട്രാൻസ്ജെൻഡേഴ്സിന്, എക്സ് സർവീസ്മെനും ഒക്കെ എന്ത് ചെയ്താൽ മതി, അതുപോലെ SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റി EBC അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് അവർക്കൊക്കെ എന്ത് ചെയ്താൽ മതി, 250 രൂപ മാത്രം അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കതിന്റെ ഒരു ലെവൽ, അതിന്റെ പൈസ കാര്യം മീൻസ് എത്ര സാലറി നമുക്ക് കിട്ടുന്നതെന്ന് അറിയണമല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെ നമുക്ക് പറഞ്ഞു 7th പേ കമ്മീഷൻ ആണ് ഇത് വരുന്നത്. അതിന്റെ പേ സ്കെയിൽ 5200 20,200 ആണ്. ബേസിക് പേ ഒരു 18,000 ആണ്. ഗ്രേഡ് പേ 1,800 ഉണ്ട്. HRA നമുക്കറിയാം 24% ആണ്. DA 3,600 വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബൈ ഹാൻഡിൽ ഒരു 30,000 രൂപയ്ക്ക് അടുത്ത് എന്ത് ചെയ്യും, ഗ്രൂപ്പ് D നിങ്ങൾക്ക് സാലറി കിട്ടും. ഓക്കെ, 30,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പ് D എന്ത് ചെയ്യാൻ പറ്റും, സാലറി പെട്ടെന്ന് ജോലി നേടിക്കഴിഞ്ഞാൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സോണിലേക്കാണ് നിങ്ങൾ പലതരത്തിലുള്ള RRB സോണുകളുണ്ട്. ആ സോണിലേക്കൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് RRB ഒരുപാട് സോണുകളുണ്ട്. അഹമ്മദാബാദ്, അജ്മീർ, ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹത്തി, കൊൽക്കത്ത, മുംബൈ, പാറ്റ്ന, പ്രയാഗ്രാജ്, റാഞ്ചി, സെക്കന്ദരാബാദ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതിന്റെ അണ്ടറിലാണ്, ഏതൊക്കെ RRCന്റെ അണ്ടറിലാണെന്ന് വെച്ചാൽ സെൻട്രൽ റെയിൽവേ, ഈസ്റ്റേൺ റെയിൽവേ, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, ഈസ്റ്റ് കോസ്റ്റ്, നോർത്തേൺ റെയിൽവേ, നോർത്ത് സെൻട്രൽ റെയിൽവേ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേക്കൊക്കെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ വരുന്നത് ഏതാണ്, സദേൺ റെയിൽവേയുടെ അണ്ടറിലാണ് അല്ലെ. സദേൺ റെയിൽവേയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് RRB ഒരു പരീക്ഷയെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഓരോ പാർട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് ആകട്ടെ, അല്ലെങ്കിൽ പഠിക്കേണ്ട രീതി ആവട്ടെ, അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാം. അതേ കാര്യം അല്ല, നമുക്കറിയാം, നമുക്ക് മലയാളികൾക്ക് RRB എക്സാം അത്ര പരിചയമില്ല സാധാരണ രീതിയിൽ. ഇപ്പോഴാണ് കഴിഞ്ഞ 1-2 വർഷങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് ഇതിന് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ സീരിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, RRBക്ക് കോച്ചിങ്ങിനൊക്കെ കേരളത്തിലും ആലോചിച്ച് തുടങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, പച്ചവെള്ളത്തിൽ നമ്മളൊരു PSC നമ്മുടെ RRB ഗ്രൂപ്പ് D ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. RRB ഗ്രൂപ്പ് D ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, പച്ചവെള്ളം ആപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താഴെ കാണുന്ന 7510116655 എന്ന നമ്പറിൽ എന്ത് ചെയ്യാൻ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ, എത്രയാണ് ഫീസ്, എത്രയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്നതിന്റെ PDF, തന്നിരിക്കുന്ന PDF അതുപോലെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ PDF എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കാം.
ഇനി വരുന്ന ദിവസം അതിന്റെ ക്ലാസ്സുകളും നമുക്ക് യൂട്യൂബിൽ നൽകാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ആരും മടിച്ചു നിൽക്കേണ്ട, കടന്നു വരൂ. 1-ാം തീയതി ആണ് ഇതിന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എക്സാം അപ്ലൈ ചെയ്യുക, എക്സാം നല്ല രീതിയിൽ എഴുതി പഠിച്ച് മുന്നേറുക. PSC കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RRBയിലേക്ക് കയറി ജോലി നേടിയെടുക്കാൻ പറ്റും എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു.